ജിതിൻ ദേവ്, നിങ്ങൾ വെള്ളം കോരിയത് വെറുതെയായി പോയി അല്ലേ? കാരണം നിങ്ങൾ പറയുന്നു പമ്പയിലെ സംഗമം എന്ന് പറയുന്നത് അവിശ്വാസികൾ വിളിച്ചു ചേർത്ത സമ്മേളനമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ NSS, SNDP, KPMS ഇവരൊക്കെ ഇതിനെ കാണുന്നത് ഇത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ളതാണെന്നാണ്. പ്രത്യേകിച്ച് NSS ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നത് പിണറായി സർക്കാരാണെന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മഞ്ജുഷ്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നോക്കൂ, ഈ സംഗമം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസം പിന്നിടുന്നു. ഇന്ന് ഡേറ്റ് 23 ഈ സംഗമം നടക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ അവകാശപ്പെട്ടത് ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള 100 കണക്കിന് വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ സംഗമത്തിൽ വെച്ച് പറയുമെന്നാണ് ഇന്ന് അവകാശപ്പെട്ടത്. ഈ സംഗമത്തിന് മുമ്പ് നോക്കൂ, സംഗമം കഴിഞ്ഞ് 72 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം ഇന്നേ വരെ മാധ്യമങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടണക്ക പോലും ഇതിന്റെ രജിസ്ട്രേഷൻ ബുക്ക് പോലും പുറത്തുവിടാൻ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനോ മന്ത്രിക്കോ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അല്ല ഇപ്പൊ ഈ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഹാജർ ബുക്ക് ഉണ്ടാക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ അവർക്കത് പുറത്തുവിടാൻ സാധിച്ചിട്ടില്ല. 180ഓളം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ 4160 എന്നൊരു സംഖ്യ പറഞ്ഞ് ജനങ്ങളിലേക്ക് ഫീഡ് ചെയ്യാൻ CPM-ന്റെ നേതാക്കൾ ശ്രമിക്കുന്നതിനപ്പുറത്ത് ഈ 180 പ്രതിനിധികൾ ആരാണ് എന്ന് പറയാൻ കൂടി ഇവർക്ക് സാധിച്ചിട്ടില്ല. ഈ സംഗമത്തിന്റെ ബാക്കി പത്രമായി ഒരു 18-അംഗ സമിതി ഉണ്ടാക്കി എന്നതിനപ്പുറത്ത് ഇതിലെ മാസ്റ്റർ പ്ലാനിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശബരിമലയുടെ വികസനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടന്നതിന്റെ ഒന്നും ഒരു വിശദാംശങ്ങൾ ഇതുവരെ പുറത്തേക്ക് പറയാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോ മുൻപ് BJP പറഞ്ഞതുപോലെ തന്നെ ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുൻവെച്ചുകൊണ്ടുള്ള ഒരു കപട സംഗമമാണെന്നാണ് ഇതിൽ നമുക്ക് തെളിവാവുന്നത്. കാരണം അവിടെ നിന്ന് ഇപ്പൊ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഉപയോഗിക്കാതെ പോയ ടാഗിന്റെയും അതേപോലെ തന്നെ തയ്യാറാക്കിയ ബാഡ്ജും ഒക്കെ കെട്ടുകണക്കിന് കൊണ്ടുവന്ന് തമിഴ്നാട്ടുകാരെ ഉപയോഗിച്ച് കത്തിച്ചു കളയുന്നതിന്റെ ഒക്കെ വീഡിയോ ഫൂട്ടേജ് യൂട്യൂബ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സംഗമം പൊളിഞ്ഞുകൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ശ്രമിച്ചത്. പിന്നെ ശ്രീ NSS അങ്ങ് ചോദിച്ചതുപോലെ NSS-ന്റെയും SNDP-യുടെ ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തു. അവിടെ NSS-ന്റെ പിന്നെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ് കൊടുത്ത ഇന്റർവ്യൂ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ശ്രീ M. ജയചന്ദ്രനോട് വായിച്ചിട്ടില്ല. They also assured us the customs will be protected and they won't do anything against it. The assurance was conveyed by Devasam Minister V.L. Vasavan with the Chief Minister's knowledge. മുഖ്യമന്ത്രിയുടെ അറിവോടെ ഈ കാര്യം ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്. എന്റെ ഈ കാര്യം പൊതുസമൂഹത്തിൽ മുഴുവൻ അയ്യപ്പ വിശ്വാസികളോട് തുറന്നു പറയാൻ CPM-ന് സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പൊ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച അല്ല, അതിന് ഉദാഹരണം അത് എന്താണെന്ന് ഇപ്പോൾ M. ജയചന്ദ്രൻ പറയുന്നത് ഇതാണ്. താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലമാണ് ശരിയെന്ന്. അല്ല, അത് മാറ്റം വരുത്തിയിട്ടില്ല എന്ന്. അല്ലല്ല, ഉമ്മൻചാണ്ടിയെ വിടൂ, ശ്രീ V.S. അച്യുതാനന്ദനെ ശ്രീ ഉമ്മൻചാണ്ടിയെ വിട്ടേക്കൂ. പിണറായി വിജയൻ സർക്കാരിന്റെ യുവതീ പ്രശ്നത്തിൽ എന്താണ് നിലപാട്? യുവതീ പ്രവേശന വിഷയത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ എന്താണ് എന്ന് പറയാൻ ഇടതുപക്ഷ പ്രതിനിധിക്ക് സാധിക്കുമോ? ശ്രീ M. ജയചന്ദ്രന് സാധിക്കുമോ? അദ്ദേഹം തുറന്നു പറയട്ടെ, എന്താണ് നിങ്ങളുടെ നിലപാട്? അത് പറയാൻ അദ്ദേഹം തയ്യാറാവണ്ടേ? അപ്പോ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് പോലെ ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് മുൻവെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സംഗമമാണ് അവിടെ നടന്നത്. LDF-ന്റെ ഒരു സംഗമമാണ് അവിടെ നടന്നത്. അതൊരു അടവ് നയമാണെന്ന് അറിയാമല്ലോ ശ്രീ ജിതിൻ, അതൊരു അടവ് നയമാണെന്ന് അറിയാം. പക്ഷെ ആ അടവ് നയത്തെ ഹിന്ദു സമുദായത്തിലെ പ്രധാനപ്പെട്ട സംഘടനകൾ അംഗീകരിച്ചിരിക്കുകയാണെന്നേ, സമുദായ സംഘടനകൾ അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. മഞ്ജുഷേ, ഇവരെ സംബന്ധിച്ച് ഇതെല്ലാം വോട്ട് ബാങ്ക് NSS ജനറൽ സെക്രട്ടറി കൃത്യമായി പറയുകയാണല്ലോ, സ്ത്രീ പ്രവേശനം LDF സർക്കാർ നടപ്പാക്കിയില്ല എന്ന് തന്നെ ഇന്റർവ്യൂ പറയുന്നത്. അതിനൊരു കാരണം എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും യുവതീ പ്രവേശനം സാധ്യമാണ്. അല്ല, സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടില്ല. സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികളിലെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കാൻ. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴും നടത്താം. ഇപ്പോഴും ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്ന് അവിടെ കയറ്റാം. പക്ഷെ ചെയ്യുന്നില്ലെന്നേ. മഞ്ജുഷ, യുവതീ പ്രവേശനം നടപ്പിലാക്കിയിട്ടില്ല. ആ M. ജയചന്ദ്രൻ സാറിനോട് ഒന്ന് ചോദിക്കൂ. 2019 ജനുവരി മാസം 2-ാം തീയതി ആരെയാണ് നിങ്ങൾ കൊണ്ടുപോയത്? ചന്ദ്രനിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ നിന്ന് അന്യഗ്രഹ ജീവികളാണ് അവിടെ കൊണ്ടുപോയത് നിങ്ങൾ. അതിനുശേഷം അതിപ്പോൾ NSS ജനറൽ സെക്രട്ടറി മറന്നു അല്ലേ? തിരുത്തിയല്ലോ.
ഇതാണ് മഞ്ജുഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് സമുദായ സംഘടനാ നേതാക്കന്മാരെ എല്ലാം പ്രീണിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇവർ നോക്കും. ഇവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വരെ നികൃഷ്ടജീവി എന്നും മാടമ്പി എന്നൊക്കെ വിളിക്കും. ഇങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മുന്നണിയായിട്ടും ഒരു പാർട്ടിയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തെളിവല്ലേ ഇത്? അവരുടെ ആശയമായിട്ടോ ആശയ സംഹിതയായിട്ടോ വൈരുദ്ധാത്മിക ഭൗതികവാദമായിട്ടോ എന്തെങ്കിലും പുലബന്ധമുള്ള കാര്യങ്ങളാണോ അവർ ചെയ്യുന്നത്? തെറ്റ് തിരുത്തിയതിനാൽ അത് പ്രായശ്ചിത്തം എന്ന് ചോദിച്ചപ്പോൾ പ്രായശ്ചിത്തം എന്നൊന്നും കരുതണ്ട, തെറ്റ് തിരുത്തിയല്ലോ എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തെറ്റ് തിരുത്തിയതിനെ നിങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? എന്നോടാണോ ചോദ്യം? അല്ല, അനിൽ മഞ്ജുഷ്, നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ടും ഇന്ന് ബഹുമാനപ്പെട്ട NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, വാസവൻ മന്ത്രി മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ശബരിമലയിൽ ഇനി ആചാര ലംഘനങ്ങൾ സംഭവിക്കില്ല, ശബരിമലയിലെ തനത് ആചാര രീതികൾ സംരക്ഷിക്കപ്പെടുമെന്നാണ് അദ്ദേഹം വാക്ക് കൊടുത്തതെന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശന സമയത്ത് നാമജപ ഘോഷയാത്രയാണ് നടത്തപ്പെട്ടത്. പക്ഷെ ആ നാമജപ ഘോഷയാത്രയെ തെറി ഘോഷയാത്രയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ശക്തികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എല്ലാവരും തന്നെ. അതിനെതിരായിട്ട് നവോത്ഥാന മതിൽ തീർത്തു. ഈ നവോത്ഥാന മതിലിന് വിളിച്ചുകൊണ്ടുപോയതിൽ അതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? ശ്രീ രാമഭദ്രൻ, ശ്രീ പുന്നല ശ്രീകുമാർ തുടങ്ങിയ നേതാക്കന്മാരായിരുന്നു. അവരോട് അന്നേരം വഞ്ചനയല്ലേ പിണറായി സർക്കാർ കാണിക്കുന്നത്? NSSന്റെ നിലപാട് ശബരിമലയിലെ ആചാര ലംഘനം സംഭവിക്കരുതെന്നാണ്. ആചാര ലംഘനം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ശബരിമലയിലെ യുവതികളെ ഒന്നും പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു NSS ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ എല്ലാം പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ ശബരിമലയിലെ യുവതികളെ കയറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവോത്ഥാനത്തിന് വേണ്ടി മതിൽ തീർത്തു. കേരളത്തിലെ തെക്ക് മുതൽ വടക്ക് വരെ ഒരു നവോത്ഥാനവും കടന്നു ചെന്നിട്ടില്ലാത്ത ബുർഖയിട്ട തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളെ അണിനിരത്തിക്കൊണ്ടായിരുന്നു ആ നവോത്ഥാന മതിലുണ്ടായത്. ആ നവോത്ഥാന മതിലിൽ പങ്കെടുത്ത ശ്രീ പുന്നല ശ്രീകുമാറിനോടും ശ്രീ രാമഭദ്രനോടും ഒക്കെ തന്നെ മാപ്പ് പറഞ്ഞതിന് ശേഷമല്ലേ ഈ കാര്യത്തിൽ വ്യക്തത നിങ്ങൾക്ക് എന്തായാലും പുന്നല ശ്രീകുമാറിന്റെയും രാമഭദ്രന്റെയും നിലപാടിനോട് ചേർന്ന് നിൽക്കാനാവില്ലല്ലോ. അപ്പോൾ സർക്കാർ ഒരു തെറ്റ് തിരുത്തുന്നത് നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടാണ്. നിങ്ങളുടെ അതേ നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്? അതിൽ നിങ്ങൾ മറുവശത്തെ നോക്കി ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇരട്ടത്താപ്പും തട്ടിപ്പും തുറന്നു കാണിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വാദം മുമ്പോട്ട് വെക്കുന്നത്. ഇവരെല്ലാ കാലത്തും ഇരട്ടത്താപ്പിന്റെ വക്താക്കൾ തന്നെയാണ്. ഇവർക്ക് വോട്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഇവരെ പറ്റി പഠിക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പുന്നല ശ്രീകുമാർ ഇപ്പോഴത്തെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന് ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നവോത്ഥാന മൂല്യ സംരക്ഷണത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാവുകയില്ല എന്നാണ് KPMS വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടാവും. നവോത്ഥാനം എന്തിനായിരുന്നു? ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ വേണ്ടിയുള്ള നവോത്ഥാനം അതിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. നാമജപ ഘോഷയാത്രക്കെതിരായിട്ടായിരുന്നു അത്. നാമജപ ഘോഷയാത്ര ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാനായിരുന്നുവെങ്കിൽ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയൊരു നവോത്ഥാനമാണ്. ആ നവോത്ഥാന നായകനായി ശ്രീ പിണറായിയെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ വിശേഷിപ്പിക്കണം തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആ നവോത്ഥാനം അതിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇത് ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കയറാൻ മാത്രമേ ഇവിടെ നവോത്ഥാനം അതിലുള്ളൂ. ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഈ രാജ്യത്ത് ഇക്വാളിറ്റി വേണ്ട, ഭരണഘടന അനുശാസിക്കുന്ന ലിംഗസമത്വം വേണ്ട, ഒന്നും വേണ്ട, ആരാധനാ സ്വാതന്ത്ര്യം ഒന്നും വേണ്ട. അതിനെപ്പറ്റി കമ എന്നൊരക്ഷരം ഉച്ചരിക്കാൻ ധൈര്യമില്ലാത്ത വ്യക്തികളാണ് ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മളുടെ ഏറ്റവും ആരാധനായിട്ടുള്ള ശബരിമല തന്ത്രിയെ എത്രമാത്രം ഹീനമായ ഭാഷയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ പിണക്കിയാണെങ്കിൽ പോലും ഹിന്ദു സമുദായ വോട്ടുകളാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പഴയ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് തിരുത്തി, അതാണല്ലോ NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. അത് തിരുത്തൽ വരുത്തി അപ്പോൾ അംഗീകരിച്ചുകൂടെ എന്നാണ്. ഒരാളെ തന്തയ്ക്ക് വിളിച്ചതിന് ശേഷം
അല്ലെ തൊഴിച്ചതിന് ശേഷം വെറുതെ ഞാനിതൊക്കെ അങ്ങ് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അതാണല്ലോ കേരള രാഷ്ട്രീയ സമൂഹം നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന പൊട്ടന്മാരാണോ? കാര്യങ്ങൾ, അതാണല്ലോ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് രാഷ്ട്രീയം അടവ് നയം. അത് തന്നെയാണ് പക്ഷെ ആ ഞങ്ങൾ അടവ് പറഞ്ഞു നയത്തിൽ വരുന്നത്. ഇപ്പോൾ ആ അടവ് നയത്തിൽ ഇപ്പോൾ മേൽക്കൈ നേടിയിരിക്കുന്നത് CPM-ഉം LDF-ഉം പിണറായി സർക്കാരുമാണ്, സംശയമില്ലല്ലോ. ഹിന്ദു സമുദായ സംഘടനകളുടെ എല്ലാം പിന്തുണ അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരേ സമയം തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ നിന്നവരുടെയും അന്ന് അനുകൂലിച്ച് നിന്നവരുടെയും പിന്തുണ ഒരേ സമയം ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ആരുടെ പരാജയമാണ്? UDF-ന്റെയും BJP സംഘപരിവാറിന്റെയും പരാജയമാണ്. മഞ്ജുഷ, എനിക്ക് 2 മിനിറ്റ് സമയം തരണം. അരമണിക്കൂർ കഴിഞ്ഞു ഈ ചർച്ച തുടങ്ങിയതിന് ശേഷം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരെ എല്ലാ കാലത്തും അടവ് നയം മാത്രമാണ്. ചില സമുദായത്തിന്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി എന്നുള്ള കാരണത്താൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിലെ 100% ആൾക്കാരുടെയും പിന്തുണ പിണറായി സർക്കാരിനാണ്, അല്ലെങ്കിൽ CPM-നാണെന്ന് കരുതരുത്. കേരളത്തിലെ 150ഓളം വ്യത്യസ്തമായ സമുദായ സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ആ ലിസ്റ്റ് കൃത്യമായി പുറത്തു തരാം, കൃത്യമായി താങ്കൾക്ക് ഉൾപ്പെടെയുള്ളവരുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാം. അതിൽ പങ്കെടുത്തവരെ ഞങ്ങൾ പുറത്തു കാണിച്ചു തരാം. 150ഓളം സമുദായ സംഘടനാ നേതാക്കന്മാര് പങ്കെടുത്ത ഒരു സംഗമമായിരുന്നു പന്തളത്ത് ഇന്നലെ നടന്നത്. അന്നേരം 1, 2, 3 സമുദായ സംഘടനാ നേതാക്കന്മാര് മാത്രമല്ല ഹിന്ദുത്വത്തിന്റെ വക്താക്കളായ അഭിപ്രായം പറയേണ്ടത്. ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. കേരളത്തിലെ ചില സമുദായ സംഘടനാ നേതാക്കന്മാരെ കൂടെ നിർത്തുകയും ബഹുഭൂരിപക്ഷം വരുന്ന, ഈ ബഹുഭൂരിപക്ഷം എന്ന വാക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞത്, 152ഓളം സമുദായ സംഘടനകളാണ് ഇന്നലത്തെ പന്തളത്തെ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അന്നേരം അവരൊക്കെ പൊട്ടന്മാരാണോ? അവർക്കൊന്നും നിലപാടില്ലാത്തവരാണോ? അവർക്കൊന്നും വോട്ടില്ലാത്തവരാണോ? അവർക്കൊന്നും ആദർശമില്ലാത്തവരാണോ? ബാക്കിയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെയുള്ളൂ? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നലെ പന്തളത്ത് വന്നിട്ടുള്ള ജനതയെ കണ്ടിട്ട് കേരള സമൂഹം കോരിത്തരിച്ചിരിക്കുകയാണ്. അയ്യപ്പന് വേണ്ടി തെരുവിലേക്ക് ആരുടെയും ആഹ്വാനമില്ലാതെ, സർക്കാരിനെ പേടിക്കാതെ തെരുവിലേക്ക് ഇറങ്ങാന് ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹം വീണ്ടും വീണ്ടും നിർബന്ധിതരാകുന്നത് ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇരട്ടത്താപ്പ് കൊണ്ട് മാത്രമാണ്. എല്ലാ